നമസ്കാരം. മെയ് മാസം അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ അവസാന ദിവസങ്ങളിൽ ജ്യോതിഷ പണ്ഡിതന്മാരുടെ ചില പ്രവചനങ്ങൾ വന്ന് ഭവിച്ചിരിക്കുന്നതായ സമയമാകുന്നു. അതിനാൽ തന്നെ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർക്ക് അതിൻ്റെ ഫലം ലഭിക്കും എന്നാണ് പറയുക. അതിനാൽ തന്നെ ജ്യോതിഷ പണ്ഡിതന്മാരുടെ പ്രവചനപ്രകാരം ഏതെല്ലാം രാശിക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. മെയ് അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഈ ഫലങ്ങൾ ഇത് ജീവിതത്തിൽ വന്നു ചേരും എന്ന് തന്നെയാണ് ഫലം. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് അഥവാ രാശിക്കാർക്കാണ് ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ തേടി എത്തിയിരിക്കുന്നത് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പണ്ഡിതന്മാർ പ്രവചിച്ചിരിക്കുന്നത് മേടക്കൂറാകുന്നു. മേടക്കൂറിൽ വരുന്ന വ്യക്തികൾക്ക് ഈ സമയം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് പ്രവചനം. തൊഴിൽപരമായ നേട്ടങ്ങൾ, ബിസിനസ് പരമായ നേട്ടങ്ങൾ, ദീർഘദൂര യാത്രകൾ എന്നിവ സാധ്യമാണ് എന്ന് തന്നെയാണ് പരാമർശിച്ചിട്ടുള്ളത്. ഈ സമയം പ്രത്യേകമായ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുകയും ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്ന് തന്നെ നിസ്സംശയം പ്രവചിച്ചിരിക്കുന്നതാകുന്നു. കൂടാതെ ഈ സമയം വിദേശത്തും നാട്ടിലും തൊഴിൽ ലഭിക്കുവാനോ തൊഴിലുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാനോ സാധിക്കും എന്ന് തന്നെ പറയാം. ഈ സമയത്ത് ഏറെ പ്രതീക്ഷകളോടെ കാത്തിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിച്ചിരിക്കുന്നു എന്ന് നിസ്സംശയം പറയാം. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പല കാര്യങ്ങളിലും ശുഭകരമായ വാർത്തകൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് തന്നെ പറയാം. ഈ സമയം വിദേശ യാത്രയ്ക്കുള്ള അവസരങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ഏറ്റവും മികച്ചതായ സമയമാണ് എന്ന് തന്നെ പറയാം. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന പ്രധാനപ്പെട്ട കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം അസാധ്യമായ പല കാര്യങ്ങളും ചെയ്യുകയും തന്മൂലം ധനപരവും മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർച്ചയും വന്നു ചേരാം. തീർച്ചയായും നിങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിൽ ഭാഗ്യം തുണയ്ക്കും എന്ന കാര്യവും ഓർക്കുക. അതിനാൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ആഗ്രഹ സാഫല്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ വളരെ ശ്രദ്ധയോടെ തന്നെ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും തൊഴിൽപരമായ കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തണം എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതി അനുകൂലമായി തീരും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് സാമ്പത്തിക സ്ഥിതി അനുകൂലമാവുക. പ്രധാനമായും പല ധനസ്രോതസ്സുകളിൽ നിന്നും ലോൺ, ചിട്ടി അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടാതെ ഈ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ധനം കൈകളിലേക്ക് ലഭിക്കുകയോ അല്പമെങ്കിലും ലാഭം ലഭിക്കാനുള്ള സാധ്യതയോ കൂടുതലാകുന്നു. ഈ സമയം നിങ്ങൾക്ക് വിശ്വാസ്യത വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ജോലി ചെയ്യുന്നവർക്ക് ഈ സമയം പിന്തുണയും സഹകരണവും അനുകൂലമായ കാര്യങ്ങളും വന്ന് ഭവിക്കാവുന്നതാകുന്നു. ഈ സമയം തീർച്ചയായും ബന്ധങ്ങളുടെ കാര്യത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. സന്തോഷത്തോടെ തന്നെ സമയം ചെലവഴിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അതിന് സഹായകരമായ കാര്യങ്ങൾ വന്ന് ചേരാവുന്നതാകുന്നു. ആരോഗ്യ കാര്യങ്ങളിൽ പുരോഗതി വന്നു ചേരാം. പങ്കാളിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പലവിധ തർക്കങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ കടന്നു വരും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമാണ് സമയം. ശരിയായ രീതിയിൽ ഈ സമയം ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ വളരെയധികം നേട്ടങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. പങ്കാളിയുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും കടന്ന് വരിക തന്നെ ചെയ്യും. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. കൂടാതെ മഹാവിഷ്ണു ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും ഈ സമയം ആരാധിക്കുന്നതും ഏറ്റവും വിശേഷമാണ്. മറ്റൊരു രാശിയായി പരാമർശിച്ചിട്ടുള്ളത് ഇടവക്കൂറാകുന്നു. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ സമയം ഭാഗ്യം നിറഞ്ഞതാണ് എന്നാണ് പ്രവചനം. പല രീതിയിലുള്ള അനുകൂലമായ വാർത്തകൾ, ശുഭകരമായ വാർത്തകൾ കേൾക്കുവാനും പ്രവർത്തിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയമാകുന്നു. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ട ആശങ്കകൾ നീങ്ങുവാനുള്ള സാഹചര്യങ്ങൾ വരും. നിങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. പരീക്ഷകൾക്കും മറ്റ് കാര്യങ്ങൾക്കും തയ്യാറെടുപ്പുകൾ നടത്തുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ജോലിയുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ തേടി എത്താവുന്നതാകുന്നു. ഈ സമയം ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. മനസ്സിലുള്ള പലവിധ ആശങ്കകൾക്കും
പരിഹാരം അഥവാ പോംവഴി ലഭിക്കുവാൻ സാധ്യതയുള്ള ദിവസങ്ങളാകുന്നു. കൂടാതെ ഈ സമയം ശുഭകരമായ വാർത്തകൾ പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് വന്ന് ചേരുന്നതാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കുന്നതായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ജോലിയുമായി ബന്ധപ്പെട്ട് മികച്ച രീതിയിൽ തന്നെ അവ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങൾ ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും ചെയ്യുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങൾ, പല വസ്തുക്കൾ എന്നിവ വാങ്ങുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ വാങ്ങുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നതിനാൽ മനസ്സന്തോഷവും വർദ്ധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഭൂമി, കെട്ടിടം, വാഹനം എന്നിവയിൽ നിന്നും അല്ലെങ്കിൽ ഇവയുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ കാര്യങ്ങൾ വന്ന് ഭവിക്കാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു. ഇത്തരം കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിച്ചിരിക്കുകയാണ്. കൂടാതെ ഈ സമയം പൂർവിക സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ നീങ്ങുകയും അനുകൂലമായ കാര്യങ്ങൾ വന്ന് ഭവിക്കുകയും ചെയ്യും. ഈ സമയം ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കാം. സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങളുമൊത്ത് വിനോദസഞ്ചാരമോ മറ്റ് രീതിയിലുള്ള യാത്രകൾക്കോ സാധ്യത കൂടുതലാണ്. ക്ഷേത്രങ്ങളിലേക്കും ഇത്തരത്തിൽ ദർശനം നടത്തുവാനുള്ള സാധ്യതകൾ വളരെ വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. കൂടാതെ ഈ സമയം ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായ സഹകരണം, പിന്തുണ ലഭിക്കാവുന്നതായ സമയമാണ് ഇത്. കുടുംബാന്തരീക്ഷം വളരെ അനുകൂലമായി തീരും. സന്തോഷകരമായി നിലനിൽക്കുവാൻ സാധിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പ്രണയബന്ധങ്ങളിൽ തീവ്രത കൈവരിക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. ആരോഗ്യ കാര്യത്തിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾക്കുള്ള സാധ്യത ഈ സമയം കൂടുതലാകുന്നു. ധനപരമായി തന്നെ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. ഈ സമയം വിഷ്ണു ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും കൂടാതെ ഇഷ്ടദേവതയെയും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് വൃശ്ചികക്കൂറാകുന്നു. വൃശ്ചികക്കൂറിൽ വരുന്ന വ്യക്തികൾക്കും ഈ സമയം വളരെ അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു. പല കാര്യങ്ങളും ആസൂത്രണത്തിലൂടെ ശരിയായി തന്നെ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതായ സമയമാണ്. ജോലികൾ കൃത്യമായ സമയത്ത് തന്നെ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ഉത്സാഹവും ആത്മവിശ്വാസവും വളരെയധികം വർദ്ധിക്കും എന്ന കാര്യം ഓർക്കുക. ബിസിനസ് പരമായ നേട്ടങ്ങൾ, ആഗ്രഹിച്ചതായ വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം എന്ന് തന്നെയാണ് പ്രവചനം. ഉത്തരവാദിത്തങ്ങളുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ തന്നെ ചെയ്ത് തീർക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായും അപ്രതീക്ഷിതമായ ലാഭം ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. ഈ സമയം പല വ്യക്തികളുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നിങ്ങൾക്ക് അനുകൂലമായി തീരും. ചെറിയ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും സമയം അനുകൂലം തന്നെയാകുന്നു. ഈ സമയം ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ജോലി മാറാനും അനുകൂലമാണ് സമയം. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് സാമ്പത്തികപരമായ കാഴ്ചപ്പാടിൽ ചില മാറ്റങ്ങൾ വന്നു ചേരും. അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും എന്ന കാര്യം ഓർക്കുക. പുതിയ വരുമാന സ്രോതസ്സുകൾ നിങ്ങൾക്ക് തുറക്കുവാൻ സാധിക്കും. പുതിയ വരുമാന സ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരും. ലാഭകരമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് ആരംഭിക്കുവാനോ അതിൻ്റെ ഭാഗമാകുവാനോ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. സമ്പത്തിൽ വർധനവ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ പോലും അനുകൂലമാകാം എന്ന് തന്നെ പറയാം. പ്രണയ ജീവിതം മികച്ചതായി തീരും എന്ന് തന്നെ പറയാം. കൂടാതെ പങ്കാളിയുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരും. ഈ സമയം നിങ്ങൾക്ക് സന്തോഷത്തോടെ ചെലവഴിക്കുവാൻ സാധിക്കുന്നതായ നിരവധിയാർന്ന അവസരങ്ങൾ വന്നു ഭവിക്കും. ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങൾ തന്നെ വന്നു ചേരും എന്നാണ് ഫലം. ഈ സമയം തീർച്ചയായും കുടുംബത്തോടൊപ്പം നിങ്ങൾക്ക് താമസിക്കുവാനും കുടുംബത്തോടൊപ്പം സന്തോഷകരമായ നിമിഷങ്ങൾക്കും സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. പ്രത്യേകിച്ചും വിഷ്ണു ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് മുന്നോട്ട് പോകുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു രാശി കുംഭക്കൂർ ആകുന്നു. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ സമയം വളരെ അനുകൂലമായ സമയമാകുന്നു.
കാരണം കഠിനാധ്വാനം ചെയ്യുന്നതിന്റെ പൂർണ്ണമായ ഫലം ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയമാകുന്നു. ജോലിയുമായി ബന്ധപ്പെട്ട് ഈ സമയം ശരിയായ രീതിയിലുള്ള ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കഠിനാധ്വാനം ചെയ്യുന്നതിന്റെ പൂർണ്ണമായ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ വന്നു ചേരാം. കൂടാതെ ഈ സമയം സഹകരണം പല വ്യക്തികളിൽ നിന്നും പ്രതീക്ഷിക്കാം. അത് സുഹൃത്തുക്കളിൽ നിന്നാകാം, വേണ്ടപ്പെട്ടവരിൽ നിന്നോ സഹപ്രവർത്തകരിൽ നിന്നോ ആകാം. അതിനാൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ ജോലിയുമായി ബന്ധപ്പെട്ട് മികച്ചതായ ഫലങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് പ്രവചനം. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനകരമായ നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സർക്കാരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അനുകൂലമായി തീരും. ഈ ആഴ്ച തന്നെ അത് പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം ഉടലെടുക്കുകയും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ സമയം ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനോ അല്ലെങ്കിൽ കൂടുതൽ സമയം ചെലവഴിക്കുവാനോ സാധ്യത കൂടുതലാകുന്നു. പല ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സാമ്പത്തികമായ നേട്ടങ്ങൾ വന്നു ചേരും. കടത്തിൽ നിന്നും മോചനം ലഭിക്കുവാനുള്ള സാധ്യത ഒരു പരിധിവരെ വന്നു ചേരുന്നതായ സമയമാകുന്നു. പരീക്ഷകളും മത്സരങ്ങൾക്കും തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളാണ് എങ്കിൽ അനുകൂലമാണ് ഫലം എന്ന് തന്നെയാണ് പ്രവചനം. കൂടാതെ തൊഴിൽ, ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും. വളരെ കാലമായി മുടങ്ങിക്കിടന്നിരുന്നതായ പല കാര്യങ്ങളും പുരോഗമിക്കുവാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. സന്തോഷത്തോടെ തന്നെ മുന്നോട്ട് പോകുവാനും ഈ സമയം പ്രിയപ്പെട്ടവരുമായി സന്തോഷകരമായ നിമിഷങ്ങൾ ചെലവഴിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം. മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് അനുഗ്രഹങ്ങൾ, അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരും. മാതാപിതാക്കളുടെ വാത്സല്യം പോലും ലഭിക്കുന്നതായ സമയമാണ് ഇത്. പ്രണയ ജീവിതം അനുകൂലമായി തീരും. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. ദാമ്പത്യ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരും. ഏതൊരു വ്യക്തിയുമായുള്ള തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയം. ഈ സമയം പ്രത്യേകിച്ചും ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം മഹാലക്ഷ്മി ദേവിയെയും മഹാവിഷ്ണു ഭഗവാനെയും പ്രാർത്ഥിക്കുന്നതും ശുഭകരമാണ് എന്ന് തന്നെയാണ് പ്രവചനം. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക.